ഹലോ. നമ്മൾ ജാങ്കോ ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെയ്ത അത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു ഡെവലപ്മെൻറ്റ് നമ്മുടെ സെർവർ ബ്രൗസറിൽ ബ്രൗസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. സ്വന്തമായിട്ട് ഒരു വെബ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ജാങ്കോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഈ സൈഡൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ബ്രൗസറിൽ നമ്മളുടെ സ്വന്തം ഒരു അപ്ലിക്കേഷനൊക്കെ നമ്മൾ സ്വന്തമായിട്ട് സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ നമ്മൾ ബ്രൗസറിൽ ജസ്റ്റ് കോൾ ചെയ്ത് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഒരു ഔട്ട്പുട്ടൊക്കെ കിട്ടുമ്പോൾ ചെറിയൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളൂ? ആ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തു. അത് നമ്മൾ ജസ്റ്റ് ആ ഒരു ഡെവലപ്മെൻറ്റ് സെർവർ നമ്മൾ ബ്രൗസറിൽ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കി. നമുക്ക് ആക്സസിബിൾ ആയിരുന്നു. അതിൻ്റെ ആ ഒരു ഡിഫോൾട്ട് ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ആ ഡിഫോൾട്ട് ഇൻ്റർഫേസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ സ്വന്തം കോണ്ടൻറ്റ് അല്ലാണ്ട് നമ്മളുടെ സ്വന്തം ആപ്ലിക്കേഷന് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് അതിലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഒരു ഇൻഡെക്സ് പേജ് ആവാം, ഹോം പേജ് ആവാം. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു വെബ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഡിഫറെൻറ്റ് പേജസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ 100-ൽ കൂടുതൽ പേജസ് ഉണ്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു IRCTC അല്ലാണ്ട് ഏതെങ്കിലും ഒരു ബുക്കിംഗ് ആപ്ലിക്കേഷനൊക്കെ എടുത്ത് വെബിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒത്തിരി ഓപ്ഷൻസ് കാണും. ഒരുപാട് പേജസ് ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? റീഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ മറ്റു പേജസിലോട്ട് പോകും. IRCTCയുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഓക്കെ. ഇത് IRCTCയുടെ എന്താണ്? ഒരു ആപ്ലിക്കേഷനാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഫ്ലൈറ്റ്സ്, ഹോട്ടൽസ്, അതുപോലെ ബസ്, ഹോളിഡേ പാക്കേജസ്, ടൂറിസം, ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്? കണ്ടോ? വേറൊരു പേജിലോട്ട് റീഡയറക്റ്റ് ആയി പോയി. ഇതിലും എന്തുണ്ട്? ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ മുകളിലുണ്ട്, താഴെ ഉണ്ട്. കണ്ടോ? ഇവിടെ ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്? പുതിയ പുതിയ പേജുകളിലോട്ട് റീഡയറക്റ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ ഒരുപാട് പേജസ് ഉണ്ട് നമ്മളുടെ ഈ ഒരു IRCTC ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ അല്ലേ? ഇതൊക്കെ ശരിക്കും എന്താണ്? ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തതാണ്. മേ ബി 100+ പേജസ് ഉണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ നമ്മൾ നോർമലി ഒരു വെബ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് മുകളിൽ ഇതുപോലെ എന്തൊക്കെ കാണാം? സേഫ്റ്റി, സെക്യൂരിറ്റി, ഓക്കെ, അത് അതിൻ്റെ സ്ലോഗൻ എന്താണ് കാണേണ്ടതാണ്. ഒരു മിനിറ്റ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും പോർട്ട്ഫോളിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് എന്തോ എടുക്കട്ടെ, നമ്മൾ അല്ലാണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും? ആ കമ്പനീനെ കുറിച്ചുള്ള ഒരു ഹോം പേജ് ആയിരിക്കും ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻ്റർഫേസ് അല്ലേ? അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും? ഒരു എബൌട്ട് സെഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ആ കമ്പനിയുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള, കമ്പനി ആവാം അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഫേമോ ഓർഗനൈസേഷനോ എന്തോ ആവട്ടെ, അവരുടെ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ഹോം പേജ് ആയിരിക്കും ഫസ്റ്റ് കിട്ടുന്നത് അല്ലേ? ഇതുപോലെ അവരുടെ ഒരു ഇൻ്റർഫേസ് കിട്ടും. നെക്സ്റ്റ് എന്തുണ്ടായിരിക്കും? അവിടെ തന്നെ മുകളിൽ എന്തുണ്ടായിരിക്കും? എബൌട്ട് സെക്ഷൻ ഉണ്ടായിരിക്കും. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഉണ്ടായിരിക്കും. അതുപോലെ എന്തെങ്കിലും ബട്ടണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സൈഡ് നാവിഗേഷൻ കണ്ടോ? ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. മീൽസ്, ഹോളിഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് ഹോട്ടൽസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഏത് വെബ് ആപ്ലിക്കേഷനിൽ പോയാലും ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ സർവീസ് ചിലപ്പോൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ പ്രൊഡക്റ്റ് എന്താണ്, ആ പ്രൊഡക്റ്റൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളുടെ സ്വന്തം ആപ്ലിക്കേഷനിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരണം. ഡിഫറെൻറ്റ് പേജസ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു URL കണ്ടോ? ഇത് അവരുടെ ഹോം പേജ് ആണല്ലേ? അപ്പോൾ ഇതിൻ്റെ URL irctc.co.in ആണ് അവരുടെ എന്ത്? ഡൊമെയിൻ എന്ന് പറയുന്നത്. കണ്ടോ? ബാക്കിയുള്ളത് എന്താണ്? ട്രെയിൻ സെർച്ച് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ മേ ബി വന്നിട്ടുണ്ടാകുന്ന ഒരു URL ആണ്. ഇനി ഞാൻ ഇതിലുള്ള ഒരു ഫ്ലൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കണം? ഇവിടെ അവരുടെ കണ്ടോ? ഡൊമെയിൻ തന്നെ അതിൻ്റെ സബ് ഡൊമെയിൻ ആണ് കൊടുക്കുന്നത്. air.irctc.co.in. വേറെ സബ് ഡൊമെയിനിലോട്ട് റീഡയറക്റ്റ് ആയി പോകാതെ ഇവിടെ തന്നെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് നോക്കാം.
ആണ് ഞാൻ അവരുടെ എബൌട്ടിൽ ഇതെല്ലാം എന്താണ് സെറ്റ് ചെയ്തുള്ള ഫുള്ള് റീഡയറക്റ്റ് ആയി പോകുന്നത് മറ്റു സബ് ഡൊമൈൻസിലോട്ടാണ്. നമ്മൾ ഇന്നലെ എടുത്ത പോലെ മീഷോ എടുക്കാം. ചെറിയൊരു എക്സാമ്പിൾ ആ URL ചേഞ്ച് ആവുന്നത് കാണിച്ചു തരുന്നതാണ്. ഇവിടെ കാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കാർട്ട് എന്തോന്നു ഒരു URL ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട് അല്ലേ. അത് ഒതൻറ്റിക്കേഷൻ്റെതൊക്കെ പാരാമീറ്റേഴ്സൊക്കെ ഇവിടെ കാണാം. നമുക്ക് വേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാം. ഒരു പ്രൊഡക്റ്റ് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ URL ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. ഞാൻ എന്ത് ചെയ്യണേ, വേറൊരു ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ എന്താ, ഇവിടെ വീണ്ടും URL ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടോ. ഫുഡ് വെയർ എന്നുള്ള ഒരു സെഷനിൽ URL ഒക്കെ ഓരോ പ്രൊഡക്റ്റിനും ഇനി ഞാനിവിടെ സെപ്പറേറ്റ് പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ ഡിഫറെൻ്റ് എന്തായിരിക്കും, URL ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ആയി കഴിഞ്ഞാലും അതല്ല എന്തെങ്കിലും ഒരു ഇമേജ് ആയി കഴിഞ്ഞാലും ഇൻ്റർനെറ്റിലുള്ള ഏതൊരു റിസോഴ്സിനും എന്തുണ്ടായിരിക്കും, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു URL ഉണ്ടായിരിക്കും. അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് URLൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഫുൾ ഫോം എന്താണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇൻ്റർനെറ്റിലുള്ള എന്ത് റിസോഴ്സ് ആയി കഴിഞ്ഞാലും അതൊരു ഇമേജ് ആകാം, അല്ലാണ്ട് വീഡിയോ ആകാം. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് എന്തെങ്കിലും ഇമേജ് വീഡിയോ അല്ലാണ്ട് ഏത് ബ്ലോഗ് എന്നും നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നത് എന്താണ്, URLകളാണ് അല്ലേ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാലും നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഡിഫറെൻറ്റ് URL ആയിരിക്കും അവിടെ ജനറേറ്റ് ആയി വരുന്നത്. ഓക്കെ, അവരുടെ പ്രൈമറി അപ്പെക്സ് ഡൊമൈൻ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, അതിൽ ആ ഒരു റിസോഴ്സ് നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ അല്ലാണ്ട് ഏത് റിസോഴ്സാണോ നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട ഒരു URL അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ അപ്ലിക്കേഷന് വേണ്ടി URLകൾ ക്രിയേറ്റ് ചെയ്യണം. ഈ URLകൾ നമുക്ക് എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. ഓരോരോ വ്യൂ ഫംഗ്ഷനുമായിട്ട് നമുക്ക് മാപ്പിംഗ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാനിവിടെ ഓക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു നോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് URL മാപ്പിംഗ് ആൻഡ് വ്യൂസ്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ URLൻ്റെ ഒരു ഫുൾ ഫോം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അത് ഇൻ്റർനെറ്റിലുള്ള ഏതെങ്കിലും ഒരു റിസോഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താ പറയുക ഒരു ലൊക്കേറ്റർ. അതാണ് എന്ത് URL എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൊമൈൻ, ഇപ്പോൾ ആസ് ഓഫ് നോ നമുക്ക് ഡൊമൈൻ ഒന്നുമില്ല. നമ്മളുടെ എന്താ പറയുക ഡെവലപ്മെൻറ്റ് സെർവർ നമ്മൾ അപ്പ് ചെയ്തത് ലോക്കൽ ഹോസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ വെബ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ഡൊമൈനൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡൊമൈനൊക്കെ പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സാമ്പിൾ എന്ത് വിചാരിക്കുക, myapp.com എന്ന് പറയുന്ന ഡൊമൈൻ നമ്മൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും നമ്മളുടെ myapp.com എന്ന് ബ്രൗസറിൽ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അവർക്ക് നമ്മളുടെ ഹോം പേജ് കിട്ടണം അല്ലേ. റൈറ്റ്, ഇപ്പോൾ നമ്മളിവിടെ IRCTC എന്ന് അടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, IRCTCയുടെ ഹോം പേജ് കിട്ടി. മീഷോ എന്ന് നമ്മൾ അടിച്ചപ്പോൾ എന്ത് കിട്ടി, മീഷോയുടെ ഹോം പേജ് കണ്ടോ, meesho.com. അതിൻ്റെ കൂടെ വേറെ എന്താ പറയുക ഫ്ലാഷ് ഇട്ടിട്ട് വേറെ കാര്യങ്ങളോ ഒന്നും പാസ് ചെയ്തിട്ടില്ല. അവരുടെ ആ ഡൊമൈൻ മാത്രം കോൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അവരുടെ ഹോം പേജ് കിട്ടി. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ .com കോൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഹോം പേജ് കിട്ടണം. അതല്ല ആരെങ്കിലും നമ്മളുടെ ഡൊമൈൻ്റെ കൂടെ ഒരു സ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ട് എബൌട്ട് എന്നുള്ള ഒരു URL ആണ് പാസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടണം, നമ്മളുടെ അപ്ലിക്കേഷനിൽ നമ്മൾ എന്താ പറയുക ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എബൌട്ട് സെക്ഷൻ കിട്ടണം. മേ ബി നമ്മളെ കുറിച്ച് പറയുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടോ നമ്മുടെ ഫേം എന്താണ് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ, ഒരു എബൌട്ട് സെക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ആരെങ്കിലും എന്ത് ചെയ്യണ്, ബ്രൗസറിൽ നമ്മളുടെ myapp.com/contact എന്ന് ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കോണ്ടാക്ട് പേജ് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ പലയിടത്തും ഷെയർ ചെയ്യുന്ന ലിങ്കുകൾ ഡിഫറെൻ്റ് ആകാം, പല കാര്യങ്ങളുണ്ട്. പലരും ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക ഏതെങ്കിലും ഒരു സ്പെസിഫിക് പേജുകളാകാം ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ URLകൾ എന്താവും ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ meesho.com മാത്രം കോൾ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കിട്ടിയത്. ഞാനിവിടെ നേരത്തെ കണ്ട പോലെ ഇവിടെ എന്ത് ചെയ്യണം, ഫുഡ് വെയർ എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്കെന്ത് കിട്ടും കണ്ടോ, ഇത് ഓൾറെഡി ആ ഒരു പേജ് ഇല്ലാന്ന് തോന്നുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഇവിടെ കാണാം നമ്മളിവിടെ സെർച്ച് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് ആ ഒരു ഔട്ട്പുട്ട് അവിടെ കിട്ടണം. റൈറ്റ്, അങ്ങനെ ഒരു ഔട്ട്പുട്ട് അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ URL ഒക്കെ നമ്മൾ മാപ്പ് ചെയ്യണം. ഓക്കെ, ജാങ്കോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷനുമായിട്ട് മാപ്പ് ചെയ്യണം ബാക്ക് എൻഡിൽ. അതായത് ആരെങ്കിലും ഈ URL കോൾ ചെയ്യുമ്പോൾ നമ്മളുടെ വ്യൂവിൽ
കണ്ടോ വ്യൂസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ആ ഔട്ട്പുട്ട് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് URLകൾ ക്രിയേറ്റ് ചെയ്യും. ആ URLന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു യൂസർ നമ്മുടെ ആ ഒരു സ്പെസിഫിക് URL കോൾ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളുടെ ആ ഫംഗ്ഷനിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ റെസ്പോൺസ് ആയിട്ട് അവർക്ക് അവരുടെ വെബിൽ കിട്ടണം. ഓക്കെ, കൺസോളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ചെയ്തതാണ് അല്ലേ, ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ ട്രാവൽ എന്ന് പറഞ്ഞത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഒരു കൺഫ്യൂഷനൊക്കെ റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രാവൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് കിട്ടുന്ന ഒരു ഡിഫോൾട്ട് ആപ്പാണ്. ഹോം എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സ്വന്തം ആപ്പാണ് അല്ലേ. ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹോം എന്ന് പറയുന്ന ആപ്പ് നമ്മൾ settings.py പോയിട്ട് നമ്മളിവിടെ അത് എന്താ പറയുക രേഖപ്പെടുത്തിയിരുന്നു, നമ്മൾ ജാങ്കോയിൽ പറഞ്ഞു കൊടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറിയിലാണ്. ഞാനിവിടെ എന്ത് ചെയ്യണം, ഞാൻ ഫസ്റ്റ് എൻ്റെ വിർച്വൽ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യണം, ആക്ടിവേറ്റ് ചെയ്യണം. ഇപ്പോൾ എന്താണ് ഞാൻ ടെർമിനലെല്ലാം എക്സിറ്റ് അടിച്ചതുകൊണ്ട് അത് ഡീആക്ടിവേറ്റ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ജാങ്കോയിൽ പിന്നിൽ ആക്ടിവേറ്റ്, ഞാൻ ജസ്റ്റ് അത് ആക്ടിവേറ്റ് ചെയ്തു. CD ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറിലോട്ട് കയറുന്നുണ്ട്. LS അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹോം ആപ്പ് ഇവിടെ കാണാം, ഡിഫോൾട്ട് ആയിട്ടുള്ള ആപ്പ് ഇവിടെ കാണാം. ജസ്റ്റ് ഞാനത് നാവിഗേറ്റ് ചെയ്തെന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ജാങ്കോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഡ്മിൻ പാനൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഡ്മിൻ ഡാഷ്ബോർഡ് എന്തായിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് ജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ URL ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റ് സെർവർ അപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ /admin കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ ഒരു അഡ്മിൻ ഡാഷ്ബോർഡ് നമുക്ക് കാണാം. Python 3 ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. manage.py റൺ സെർവർ /:8000 റൈറ്റ്, ഇവിടെ വന്നിട്ടുണ്ടല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ /admin എന്നുള്ള ആ ഒരു URL ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കണ്ടോ, ഒരു അഡ്മിൻ ഡാഷ്ബോർഡ്, ഒരു അഡ്മിൻ പോർട്ടൽ നമുക്കിവിടെ അവൈലബിളാണ്. ഇത് ജാങ്കോൻ്റെ കൂടെ എന്താ പറയുക ഇൻബിൽറ്റ് ആയിട്ട് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്മിൻ ഡാഷ്ബോർഡ്. അപ്പോൾ ഇവിടെ യൂസർ നെയിം പാസ്വേഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിലോട്ട് വരാം. ഞാൻ ജസ്റ്റ് ആ ഒരു URL ആക്സസ് ചെയ്ത് കാണിച്ചു തന്നതാണ്. നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഡൊമൈന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഡിഫോൾട്ട് പേജിലോട്ട് വരും. ഞാനിവിടെ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മുടെ ഒരു എബൌട്ട് എന്നുള്ള ഒരു URL കോൾ ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്, പേജ് നോട്ട് ഫൗണ്ട്, അതായത് 404 ആ ഒരു റേഞ്ച് വരുന്ന ഒരു എറർ കോഡാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, നമ്മളുടെ സെർവറിൽ ആസ് ഓഫ് നോ ഇപ്പോൾ എന്ത് അവൈലബിൾ അല്ല, എബൌട്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു URL നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 404 അല്ല തന്നെ 406 ലെവൽ വരുന്ന ഒരു പേജ് നോട്ട് ഫൗണ്ട് എന്ന ഒരു സ്റ്റാറ്റസ് കോഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ ഫസ്റ്റ് ഒരു ഹോം അല്ലാണ്ട് ഒരു ഇൻഡെക്സ് പേജ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫോൾട്ട് ആപ്പ്, അതായത് നമ്മൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആപ്പിൽ urls.py എന്ന് പറയുന്ന ഒരു പൈത്തൺ ഫയലുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട URLകളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പൈത്തൺ ഫയലിലാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കമൻറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം, കണ്ടോ, നമ്മൾ മൊഡ്യൂളെല്ലാം എന്ത് പറഞ്ഞായിരുന്നു, ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു നമ്മളുടെ ജാങ്കോയുടെ ആ ഒരു ഇൻട്രോ വീഡിയോയിൽ. ഇവിടെ ഫ്രം Django.contrib എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ നിന്ന് അഡ്മിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാത്ത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട, അതൊക്കെ ഓൾറെഡി അതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ Django.contrib എന്നും Django.urls എന്ന് പറയുന്ന ഈ മൊഡ്യൂളുകളിൽ നിന്നൊക്കെ നമുക്ക് വേണ്ട ഫംഗ്ഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം,
ഒരു ഡെവലപ്പിംഗ് സൈഡൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജാങ്കോയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ മൊഡ്യൂളുകളുണ്ട്, അതിൽ എന്തൊക്കെ രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ നിന്ന് കിട്ടും. അത്രയും ഡീപ്പായിട്ട് പോകണില്ല. എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതേപോലെ HTTP റെസ്പോൺസിൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കും. അപ്പോൾ കോമൺ ആയിട്ട് വേണ്ട ഇത്തരം സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്യാം. ഒരുപാട് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ജാങ്കോയുടെ തന്നെ. അതൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് അവൈലബിൾ ആയിരിക്കും. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഓൾറെഡി ഒരു URL ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ URL എന്താ കൊടുത്തിട്ടുള്ളത്, അഡ്മിൻ കണ്ടോ. അപ്പോൾ ഈ അഡ്മിനാണ് നമ്മൾ കുറച്ച് മുന്നേ എന്ത് ചെയ്തത്, ഇവിടെ കോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അഡ്മിൻ എന്നുള്ള ഒരു ഡാഷ്ബോർഡ് നമുക്ക് അവിടെ അവൈലബിൾ ആയി വന്നു. അപ്പോൾ അഡ്മിനൊന്നും നമ്മൾ ഇനി ഒന്നും ചെയ്യാൻ പോകണ്ട. അഡ്മിനൊക്കെ ഓൾറെഡി ജാങ്കോയിൽ തന്നെ കണ്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള കുറച്ച് URLകൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ urls.py എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആപ്പിൻ്റെ അകത്താണ് അല്ലേ. നമ്മളുടെ കസ്റ്റം ആപ്പിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൈത്തൺ ഫയൽ ഇതിൽ എക്സിസ്റ്റിംഗ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫയൽ ഇവിടെയും ക്രിയേറ്റ് ചെയ്യാം. URL എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഡിഫോൾട്ട് ആപ്പിൻ്റെ അകത്താണ് മെയിനായിട്ട് നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, അതായത് settings.py, urls.py ഒക്കെ ഉള്ളത്. നമുക്ക് വേണം എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു urls.py ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ആണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട എല്ലാ URLകളും നമുക്ക് ഇവിടെ കോൺഫിഗർ ചെയ്ത് വെക്കാം, അല്ലാണ്ട് ഡെവലപ്പ് ചെയ്ത് വെക്കാം. പക്ഷെ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. അതായത് ഞാൻ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു 5 ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഹോം, അബൌട്ട്, അങ്ങനെ ഒരുപാട് ആപ്പുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പൊക്കെ എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ആപ്പിലും എനിക്ക് ഒരുപാട് ഇതുപോലെ URLകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എൻ്റെ കയ്യിലൊരു 20 അല്ലാണ്ട് 30 URL ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 30 URLും വരുന്നത് എവിടെ ആയിരിക്കും, ഞാൻ എഴുതുന്നത് നമ്മളുടെ ഡിഫോൾട്ട് ആപ്പിലെ ഈ urls.py എന്ന് പറയുന്ന ഫയലിനകത്താണ്. ഒരുപാട് 30 URL ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു എററൊക്കെ സംഭവിച്ച് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യണമെന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഈ URL ഏത് ആപ്പിലേതാണ്, ഏത് ആപ്പിലാണ് ഇതിന് വേണ്ട ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അതിന് ജാങ്കോ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സെപ്പറേറ്റ് ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ആപ്പിലും എന്ത് ചെയ്യുക, ഇതിനാവശ്യമായിട്ടുള്ള urls.py എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹോമിനകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇതേപോലെ urls.py എന്ന് പറയുന്ന ഒരു ഫയൽ. ഞാനിവിടെ വന്ന് ക്ലിക്ക് ചെയ്തു, ന്യൂ ഫയൽ ക്രിയേറ്റ്, ന്യൂ ഫയൽ urls.py. ഇപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മളുടെ ഡിഫോൾട്ട് ആപ്പിലുള്ള അതുപോലെ ഒരു urls.py എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മുടെ കസ്റ്റമിലും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അതെന്താണ്, എംപ്റ്റി ആണ്, അതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, കാരണം നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ URLകളൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ ശരിക്കും വന്ന് നോക്കുന്നത് ജാങ്കോ ഈ URL എന്താണ് കാര്യങ്ങളൊക്കെ വന്ന് നോക്കുന്നത് നമ്മുടെ ഡിഫോൾട്ട് ആപ്പിലെ URLസിലായിരിക്കും. ഇവിടെ അത് ഉണ്ടായിരിക്കണം, പക്ഷെ നമ്മൾ ഇവിടെ അത് എഴുതുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യണം, ഇതും കൂടി തമ്മിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ഡെമോ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തതുപോലെ പ്രൊജക്റ്റ് ആപ്പ് അല്ലേ, ഇത് നമ്മളുടെ കസ്റ്റം ആപ്പ്. ഇത് പ്രൊജക്റ്റിൻ്റെ ഡിഫോൾട്ട് ആപ്പ് എന്തായിരുന്നു, അതിൻ്റെ പേര് ട്രാവൽ അല്ലേ. അപ്പോൾ ട്രാവൽ എന്ന് പറയുന്ന ആപ്പിൽ എന്തുണ്ട്, ഒരു URL ഉണ്ട്, urls.py എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഇത് നമ്മളുടെ ഹോം എന്ന് പറയുന്ന നമ്മളുടെ കസ്റ്റം ആപ്പ്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, പ്രൊജക്റ്റിലെ നമ്മളുടെ ആപ്പിലെ urls.pyനെ ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യേണ്ടത് സിമ്പിളാണ്. എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്ത് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മളുടെ ഡിഫോൾട്ട് ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം,
അത് കണക്ട് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കണം. അതിന് കുറച്ചും കൂടി ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതും ഇവിടുന്ന് കോപ്പി ചെയ്തു. ഇവിടെ അഡ്മിൻ എന്നുള്ളത് വേണ്ട, എന്ത് ജസ്റ്റ് നമ്മുടെ റൂട്ട് തന്നെ കൊടുക്കുകയാണ്. ഇവിടെ ഇത് വേണ്ട, ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇൻക്ലൂഡ് ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹോം ഡോട്ട് URLs ഡോട്ട് py ഇത് നമ്മൾ സ്ട്രിങ്ങിൻ്റെ അകത്തിടണേ. സ്ട്രിങ്ങിൻ്റെ അകത്ത് ഞാൻ കൊടുത്തു. ഇവിടെ കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹോമിൽ ഒരു URLs ക്രിയേറ്റ് ചെയ്തു അല്ലേ, അതിന് ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഈ URLനും കൂടെ നമ്മളുടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു കൊടുത്തുള്ളൂ. ഇത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഇൻക്ലൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, സ്ട്രിങ്ങിൻ്റെ അകത്ത് ഹോം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൻ്റെ പേര്, ഹോം ഡോട്ട് URLs ഡോട്ട് py, അതായത് ഹോമിൻ്റെ അകത്തും എന്തുണ്ട്, ഒരു URLs ഡോട്ട് py ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട URL ഒക്കെ എവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി, ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതൊന്നും വേണ്ട, അഡ്മിൻ ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ടൈപ്പ് ചെയ്യേണ്ട മടിക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഞാനിവിടെ ഒരു URL ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഡൊമെയിന് മാത്രം, അതായത് ആ ഒരു ഡൊമെയിന് വേറെ സ്ലാഷ് ഇട്ടിട്ടൊന്നും ആരും ഒന്നും കോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടണം, അവർക്ക് നമ്മുടെ ഹോം പേജ് കിട്ടണം. അപ്പോൾ ഞാൻ വ്യൂസ് അതായത് വ്യൂസിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ, ഞാൻ ഹോം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഹോം എന്ന് വേണ്ട, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് എന്ന് കൊടുക്കാം. ഇൻഡെക്സ് എന്ന പേരിൽ ഒരു ഫംഗ്ഷന് അവിടെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. നമ്മുടെ വ്യൂസ് ഡോട്ട് py വന്നു കഴിഞ്ഞാൽ ആസ് ഓഫ് നോ ഒന്നുമില്ല, ഫംഗ്ഷൻ ഒന്നുമില്ല. നമ്മൾ URLs ഡോട്ട് py എന്ത് പറഞ്ഞു കൊടുത്തു, ആരെങ്കിലും നമ്മളുടെ ഡൊമെയിൻ മാത്രം കോൾ ചെയ്ത്, ഞാൻ ഇവിടെ അതുകൊണ്ടാണ് ഒന്നും പാസ് ചെയ്യാത്തത്, ഇൻഡെക്സെന്നോ എബൌട്ടെന്നൊന്നും പാസ് ചെയ്തില്ല. അതായത് ഇപ്പോൾ meesho.com എന്ന് മാത്രം കോൾ ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ myapp.com മാത്രം ഒരാൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ വ്യൂസിൻ്റെ അകത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ഇതാണ് ഞാനിവിടെ പറഞ്ഞു കൊടുത്തത്. വ്യൂസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആസ് ഓഫ് നോ ഫംഗ്ഷൻ ഒന്നും എഴുതിയിട്ടില്ല. നമ്മുടെ ഈ ഒരു ഡയഗ്രാം മനസ്സിലാക്കിയാൽ മതി. ആരെങ്കിലും ഒരാൾ നമ്മളുടെ ഡൊമെയിൻ കോൾ ചെയ്യുമ്പോൾ ഒരു വ്യൂ ഫംഗ്ഷൻ അവിടെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം അല്ലേ. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. URLസിന് ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, ഞാനിവിടെ ഒരു URL ക്രിയേറ്റ് ചെയ്തു. എൻ്റെ ഡൊമെയിൻ ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ്, വ്യൂസിനകത്തെ ഇൻഡെക്സ് എന്ത് ചെയ്യണം, അവിടെ ട്രിഗർ ചെയ്യണം. .py വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുക്കണം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ എങ്ങനെയാണ്, ഡെഫ്, നമ്മൾ പൈത്തണിൽ എന്ത് പഠിച്ചായിരുന്നു, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് പഠിച്ചായിരുന്നു അല്ലേ. ഡെഫിൻ്റെ അകത്ത് ഇൻഡെക്സ്, പേര് സെയിം ആവണേ, ഇവിടെ URL പറഞ്ഞു കൊടുത്ത സെയിം പേര് തന്നെ ആയിരിക്കണം ഇവിടെ. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇൻഡെക്സിൻ്റെ അകത്ത് ഞാൻ എന്താ പാസ് ചെയ്യുന്നത്, റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് നമുക്ക് റിട്ടേൺ റെസ്പോൺസ് ആയിട്ട് എന്ത് വരണം, ഒരു ഹലോ വേൾഡ് എന്നോ എന്തെങ്കിലും ജസ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഡൊമെയിൻ ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫംഗ്ഷന് ട്രിഗർ ആവണം അല്ലേ. ട്രിഗർ ആയിട്ട് അവർക്ക് റെസ്പോൺസ് ആയിട്ട് ബ്രൗസർ എന്ത് കിട്ടണം, ഒരു ഹലോ വേൾഡ് കിട്ടണം. അപ്പോൾ റിട്ടേൺ ആയിട്ട് ഒരു HTTP റെസ്പോൺസ് ആണ് അവർക്ക് കിട്ടേണ്ടത്. HTTP റെസ്പോൺസിൽ അവർക്ക് എന്ത് കിട്ടണം, ഹലോ വേൾഡ് എന്ന് അവർക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ HTTP റെസ്പോൺസിനുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫംഗ്ഷൻ നമ്മൾ ശരിക്കും ഇവിടെ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം django.http എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ ജാങ്കോയുടെ ഡോക്യുമെൻറ്റേഷനിൽ നല്ല വൃത്തിക്ക് കാണാം. നിങ്ങൾ അതൊക്കെ ഒന്നും കൂടി റെഫർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ കുറേ മനസ്സിലാവും. പക്ഷേ തൽക്കാലം എന്ത് മനസ്സിലാക്കിയാൽ മതി, ഇത്തരം കാര്യങ്ങൾ. അതായത് ഒരു HTTP റിക്വസ്റ്റ് വരുമ്പോൾ HTTP റെസ്പോൺസ് എന്തായാലും വേണം അല്ലേ. HTTP റെസ്പോൺസ് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കൊടുത്തത്. URLസിൽ പോയി കഴിഞ്ഞാൽ എന്ത് കാണാം, നമ്മളുടെ URL കാണാം. ഓക്കെ, URL എന്താണ്, ഒന്നും നമ്മൾ സ്പെസിഫിക് ചെയ്തിട്ട് കൊടുത്തിട്ടില്ല.
നമ്മളുടെ ഡൊമെയിൻ ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസിലെ ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ട്രിഗർ ആവണം. വ്യൂസിൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഡെക്സ് ആരെങ്കിലും ഒരു റിക്വസ്റ്റ് HTTP റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന് റെസ്പോൺസ് എന്ത് പോകണം, ഹലോ വേൾഡ് റെസ്പോൺസ് ആയിട്ട് പോകണം. ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം. ഈ ഫയലുകളൊക്കെ ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്. കൺട്രോൾ എസ് ഫയലുകൾ രണ്ട് ഞാൻ സേവ് ചെയ്തു. അതുപോലെ ഞാനിവിടെ ഒരു HTTP റെസ്പോൺസ് ഇമ്പോർട്ട് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ URLസിൽ ഞാൻ എന്ത് യൂസ് ചെയ്തിരുന്നത്, ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിരുന്നില്ല. ശരിക്കും ആ ഫംഗ്ഷന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അത് നമ്മുടെ Django.urls എന്ന് പറയുന്ന മൊഡ്യൂൾ തന്നെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു കോമന്റ് ഇട്ട് ഞാനിവിടെ ഇൻക്ലൂഡും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഇത്തരം ഫംഗ്ഷനൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് പോസിബിൾ ആകത്തുള്ളൂ. ഇവിടെ പാത്തൊക്കെ ഓൾറെഡി പൈത്തൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. Djangoയുടെ ഡിഫോൾട്ട് സെറ്റിങ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നമ്മളിങ്ങനെ വളരെ എളുപ്പത്തിൽ പാത്ത് യൂസ്, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എവിടെയാണുള്ളത് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഓൾറെഡി നമ്മളുടെ ഡിഫൈൻഡ് കണ്ടോ, ഇവിടെ എറർ വന്നിട്ടുണ്ട്, വ്യൂസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് നമ്മുടെ വ്യൂസിൽ വന്നു കഴിഞ്ഞാൽ, വ്യൂസിൽ നമ്മളൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, URLസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഫ്രം നമ്മളുടെ കറൻറ്റ് ഡയറക്ടറി, അതായത് ഹോമിൽ തന്നെ ഞാനിവിടെ ഒരു ഡോട്ട് ഇട്ടു, ഡോട്ട് വ്യൂസ്, ഇമ്പോർട്ട് വ്യൂസ്. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, അതായത് URLസിലോട്ട് ഈ വ്യൂസിനെ ഇമ്പോർട്ട് ചെയ്തതാണ്. അതായത് എന്നാലേ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇവിടെ ഈ ഫംഗ്ഷന് ആക്സസിബിൾ ആകത്തുള്ളൂ. മനസ്സിലായോ? വ്യൂസിലും URLസ് രണ്ടും സെപ്പറേറ്റ് എന്താണ്, ഫയലുകളാണല്ലോ, പൈത്തൺ ഫയലുകളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, വ്യൂസ് ഇവിടെ ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട്, കാരണം നമ്മളിവിടെ ഓൾറെഡി വ്യൂസിൽ ഇൻഡെക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വ്യൂസിലോട്ട് ഇത് ആക്സസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക എബിലിറ്റി നമ്മളവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇതിനെ ഇങ്ങോട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോം വന്നിട്ട് home.py എന്നുള്ളത് വേണ്ട, URLs മാത്രം മതി. സെർവർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെയാണ്, എററുകൾ കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്താണ് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്, ഹലോ വേൾഡ് ആണ് അല്ലേ. അതായത് ആരെങ്കിലും നമ്മളുടെ ഡൊമെയിന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്, ഹലോ വേൾഡ് കിട്ടണം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ URLസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ആരെങ്കിലും നമ്മളുടെ ഡൊമെയിൻ മാത്രം കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് എന്ന് പറയുന്ന വ്യൂസിലെ ഈ ഒരു ഫംഗ്ഷൻ ട്രിഗർ ആവണം. ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ആരെങ്കിലും ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിട്ടേൺ റെസ്പോൺസ് ആയിട്ട് എന്ത് പോകണം, ഹലോ വേൾഡ് പോകണം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, അതായത് റെസ്പോൺസ് ആയിട്ട് ഹലോ വേൾഡ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഡിഫോൾട്ട് ജാങ്കോയുടെ ആ ഡിഫോൾട്ട് പേജ് എന്തായി, ഇപ്പോൾ നമുക്ക് കാണാനില്ല. അപ്പോൾ നമുക്ക് വരുന്നത് നമ്മളുടെ ഒരു ഡൊമെയിന് ഫസ്റ്റ് തന്നെ കോൾ ചെയ്യുമ്പോൾ വ്യൂ എൻജിൻ നമുക്ക് എന്താ കാണിച്ചിരുന്നത്, ഹലോ വേൾഡ് ആണ് അല്ലേ. നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് കൺഫ്യൂഷൻ വരാതിരിക്കുക. നമ്മൾ ഒരു ടെംപ്ലേറ്റ് ഒക്കെ റെൻഡർ ചെയ്യുമ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്നുള്ള ഒരു കൺഫ്യൂഷൻ പോകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞത്. ഇവിടെ views.py, അതായത് നമ്മുടെ വ്യൂ എൻജിൻ ഉണ്ട് ഇവിടെ. ഓക്കെ, വ്യൂ എൻജിനിൽ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷനിൽ നമ്മൾ റിക്വസ്റ്റ് ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തത്. അതിൻ്റെ റിട്ടേൺ നമ്മൾ HTTP റെസ്പോൺസ് ആയിട്ട് ഹലോ വേൾഡ് എന്ന് കൊടുത്തു. അതായത് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്, ഒരു ക്ലയൻറ്റ് ഒരു HTTP റിക്വസ്റ്റ് പാസ് ചെയ്യുന്ന അതിന് റിട്ടേൺ റെസ്പോൺസ് ആയിട്ട് നമ്മൾ ഒരു HTTP റെസ്പോൺസ് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ബ്രൗസറിൽ ജസ്റ്റ് ഞാൻ google.com എന്നോ facebook.com എന്നൊക്കെ ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഞാനൊരു HTTP റിക്വസ്റ്റാണ് സെർവറിലോട്ട് വിടുന്നത് അല്ലേ.
ഞാനെന്താണ് ഒരു ക്ലയൻ്റാണ്. ഞാൻ ഗൂഗിളിൻ്റെ സെർവറിലോട്ട് എന്താണ് ഒരു HTTP റിക്വസ്റ്റ് ആണ് വിടുന്നത് google.com എന്ന്. അപ്പോൾ എന്ത് ചെയ്യും, google.comൻ്റെ സെർവറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈത്തൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മളുടെ ഡിഫോൾട്ട് ആപ്പിൽ വരും. ഓക്കെ, ഡിഫോൾട്ട് ആപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ അഡ്മിൻ എന്നുള്ള URL മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴെ എന്തുണ്ട്, ഹോമിലെ URL കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ നമ്മളുടെ ഹോമിലെ URL വരും. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ google.com അല്ലാതെ ആ ഒരു ഡൊമെയിൻ മാത്രം വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണ് views.index, വ്യൂസ് എഞ്ചിനിലെ ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ views.pyയിൽ എന്താണ് ആ ഫംഗ്ഷൻ, ആ റിക്വസ്റ്റിന് റെസ്പോൺസ് ആയിട്ട് ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ കാണിക്കണം. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ HTTP റെസ്പോൺസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ ജാങ്കോയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതില്ലാതെ നമുക്ക് എറർ അടിക്കും, കാരണം ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ എവിടെയും ഡിഫൈൻ ചെയ്ത് വെക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു എറർ അടിക്കും. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ആ ഒരു കാര്യം വിട്ടുപോകരുത്. അതുപോലെ നമ്മൾ URLസിൽ എന്ത് ചെയ്തു, നമ്മുടെ ഈ വ്യൂസിനെ ഇമ്പോർട്ട് ചെയ്തു. കാരണം ഇത് രണ്ടും എന്തുണ്ട്, കണക്ഷൻ ഉണ്ടല്ലേ. URLസിൽ ഈ ഒരു ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വ്യൂസിലെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ വ്യൂസിന് നമ്മൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു. വ്യൂസ് എവിടെയാണെന്ന് നമ്മുടെ ഈ URLന് അറിയില്ല. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു, ഫ്രം ഡോട്ട്, അതായത് ഈ നിൽക്കുന്ന കറൻറ്റ് ഹോം ഡയറക്ടറിയിൽ തന്നെ വ്യൂസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ജസ്റ്റ് അതും പറഞ്ഞു കൊടുത്തു. ഇത്ര നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇപ്പോൾ കറൻ്റ്ലി ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ പേജസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇൻഡെക്സ് പേജ് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്ത് ഇവിടെ താഴെ തന്നെ ഇൻഡെക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു എബൌട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാം. എബൌട്ട് // ഇട്ട് കൊടുത്ത് // ഇട്ടാലും ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല, സ്ട്രിങ്ങിൻ്റെ അകത്തായിരിക്കണം. ഓക്കെ, ഇപ്പോൾ views.index എന്നുള്ളതിന് പകരം ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, എബൌട്ട് എന്ന് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പേരും കൊടുക്കാം. ആ കൊടുക്കുന്ന പേരായിരിക്കണം എന്ത് വേണ്ടത്, നമ്മുടെ വ്യൂസ് എഞ്ചിനിൽ ഫംഗ്ഷനായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, ഡിഫൈൻ, നമ്മൾ എന്താ കൊടുത്തത്, ഇവിടെ views.about ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എബൌട്ട് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ സെയിം എന്താ കൊടുക്കുന്നത്, ഒരു റിക്വസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, റിട്ടേൺ നമുക്ക് എന്ത് വരണം, HTTP റെസ്പോൺസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എബൌട്ട് പേജ്. ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എബൌട്ട് പേജ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഹോം പേജ് എന്ന് ജസ്റ്റ് കൊടുക്കാം. നമ്മുടെ ഹോം പേജ് ആണെന്ന് ആസ് ഓഫ് നോ നമുക്കിപ്പോൾ മനസ്സിലാവാൻ വേണ്ടി കൊടുക്കുകയാണ്. ഹോം പേജ് എന്ന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എബൌട്ട് എന്നുള്ളൊരു URL ക്രിയേറ്റ് ചെയ്തു. ആ URL ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ അവർക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെറ്റ് ചെയ്തു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗസറിൽ വന്നു കഴിഞ്ഞ് ഓക്കെ, ഇത് നമ്മുടെ ഹോം പേജാണ്. ഇവിടെ ഹോം പേജ് എന്ന് കണ്ടോ, ഹലോ വേൾഡ് മാറിയിട്ട് ഇപ്പോൾ ഹോം പേജ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ / ഇട്ട് എബൌട്ട് കോൾ ചെയ്യാണ്. എബൌട്ട് കോൾ ചെയ്ത് ഇപ്പോൾ കണ്ടോ, ഇവിടെ മാറി എബൌട്ട് പേജായി. ഇത് എന്താണ്, URL ചേഞ്ച് ചെയ്തപ്പോൾ ഈ URLുമായിട്ട് നമ്മൾ മാപ്പ് ചെയ്തിട്ടുള്ള വ്യൂസ് ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷനാണ് ഇവിടെ വർക്ക് ചെയ്തത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എത്ര URL വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്യാം. നമ്മളുടെ ആവശ്യത്തിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എബൌട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു URL ഉണ്ട്. അതുപോലെ പ്ലേസസ്, എബൌട്ട് ബുക്കിംഗ് പ്ലേസസ്. അങ്ങനെ ഇവിടെ എക്സ്ട്രാ 2 URLും കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എബൌട്ട് മാറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ബുക്കിംഗ് എന്നാക്കാം ഫംഗ്ഷൻ്റെ പേര്, views.booking. ഇവിടെ ഞാൻ പ്ലേസസ് എന്നാക്കുന്നുണ്ട്. ഞാൻ ഇവിടെ URLും ഫംഗ്ഷനൊക്കെ സെയിം പേര് തന്നെ കൊടുക്കുന്നത് കൂടുതൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. വ്യൂസിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ ഓരോരോ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. റിക്വസ്റ്റ് എബൌട്ട് അല്ല, ഇവിടെ എന്ത് ചെയ്യണം, ബുക്കിംഗ് ആണ് ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് ബുക്കിംഗ് പേജ് എന്നാക്കാം. ഇവിടെ പ്ലേസസ്, പ്ലേസസ് പേജ് എന്നും കൊടുത്തു. ഇനി നമ്മൾക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് URL സെറ്റ് ചെയ്തു.
സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ബുക്കിംഗ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ബുക്കിംഗ് പേജിൽ നിന്നുള്ള ആ ഒരു പേജാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതുപോലെ പ്ലേസസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നത് കണ്ടോ, പ്ലേസസ് പേജാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ട കുറച്ച് പേജസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പെസിഫിക് URL കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, റീഡയറക്റ്റ് ആയി പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് HTTP റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്തതാണല്ലോ അല്ലേ, നമ്മളിങ്ങനെ URLs കണക്ട് ചെയ്തത് കാര്യങ്ങളൊക്കെ. ജാങ്കോയിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു, MVT എന്നുള്ളൊരു സംഭവം പറഞ്ഞായിരുന്നു. അതായത് അതിൻ്റെ സോഫ്റ്റ്വെയർ ഡിസൈനിങ് പാറ്റേൺ എന്താണ്, MVT ആണ്. മോഡല്, വ്യൂ, ടെംപ്ലേറ്റ്. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്ലിക്കേഷൻ്റെ ഡാറ്റ, അതുപോലെ അതിൻ്റെ ഒരു ബിസിനസ് ലോജിക്ക്, ഇതിനൊക്കെയാണ് ഈ മോഡൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ മോഡൽ ഇവിടെ വന്നാൽ കാണാം, കണ്ടോ, models.py. ഈ models.pyയിൽ ഞാനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഡാറ്റാബേസിൽ എന്ത് ചെയ്യും, അതൊരു ടാബിളാണ് ക്രിയേറ്റ്. അതായത് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, മോഡലിൽ വന്നിട്ട് ഞാനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഡാറ്റാബേസ് ഏതാണ്, SQLite 3 ആണ് അല്ലേ. അതിലെന്ത് ചെയ്യും, ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡാറ്റക്കൊക്കെ വേണ്ടിയിട്ട് ടാബിളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. മോഡൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ MVTയിൽ M4 മോഡൽ അല്ലേ. അപ്പോൾ മോഡൽ ശരിക്കും അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു അപ്ലിക്കേഷൻ്റെ ഡാറ്റ, അതിൻ്റെ ബിസിനസ് ലോജികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റെപ്രസെൻ്റ് അപ്ലിക്കേഷൻ ഡാറ്റ ആൻഡ് ബിസിനസ് ലോജിക്. ജാങ്കോ മോഡൽ ഈസ് എ ടേബിൾ ഇൻ ഡാറ്റാബേസ്. മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസിലൊരു ടേബിളാണ്. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ പോയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട, അതിന് പകരം എന്ത് ചെയ്താൽ മതി, മോഡലിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വ്യൂ, അതായത് നമ്മുടെ വ്യൂ എഞ്ചിൻ. ഇവിടെ വരുന്ന ഈ ഒരു വ്യൂ എഞ്ചിൻ ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നത്, വ്യൂ എഞ്ചിനിൽ നമ്മൾ ഫങ്ഷൻസ് ആണ് എഴുതുന്നത് അല്ലേ. ഈ ഫങ്ഷനാണ് നമ്മൾക്ക് UI നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. റൈറ്റ്, കണ്ടോ, UI നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് എന്താണ്, ആ ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിനൊരു ഡെഫിനേഷൻ ഇവിടെ ഉണ്ട്, ഹാൻഡിൽസ് UI ആൻഡ് ഡിസ്പ്ലേ ഡാറ്റ ടു ദ യൂസർ. ഓക്കെ, അതായത് ഒരു യൂസർ ഏതെങ്കിലും ഒരു സ്പെസിഫിക് URL ഒക്കെ കോൾ ചെയ്യുമ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ഉള്ള ഡാറ്റ അല്ലാതെ ഇൻ്റർഫേസ് ശരിക്കും UI ഡിസ്പ്ലേ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ വ്യൂ എഞ്ചിനാണ്. ഓക്കെ, Django views are functions that take HTTP request and return HTTP response. അപ്പോൾ നമ്മൾ ഒരു ബ്രൗസറിൽ ഏത് പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, HTTP ആണ് അല്ലേ. HTTP അല്ലാണ്ട് HTTPS. അപ്പോൾ ഈ HTTPയുടെ അകത്ത് TCP IP എന്നൊക്കെ പറയുന്ന വേറെ ഒരുപാട് സെഗ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് എന്താണ്, HTTP ആണ് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, ഞാനൊരു ക്ലയൻ്റാണ്, അല്ലാണ്ട് ഞാനൊരു എൻഡ് യൂസറാണ്. ഞാനൊരു Meesho.com എന്ന് ഞാൻ ശരിക്കും കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മീഷോൻ്റെ സെർവറിലോട്ടാണ് എന്ത് പോകുന്നത്, ഒരു HTTP റിക്വസ്റ്റ് പോകുന്നത്. അപ്പോൾ അവിടെ ഏത് രീതിയിലാണോ എന്തൊക്കെയാണോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്, കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ച് ഒരു HTTP റിക്വസ്റ്റ് എൻ്റെ ബ്രൗസറിലോട്ട് വരുന്നുണ്ട്. അതാണ് എനിക്ക് ഇവിടെ ഈ ഇൻ്റർഫേസിൽ കാണുന്നത്. കണ്ടോ, Meesho.com എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താണ്, ഇതാണ്. ഓക്കെ, അതുപോലെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ജാങ്കോയിൽ T4 MVTയിലെ T4 ടെംപ്ലേറ്റ്സ്, അതായത് ജസ്റ്റ് ഒരു ഇൻഡെക്സ് ഫയലാണ്. നമ്മൾക്ക് ഡൈനാമിക് ആയിട്ട് ഡാറ്റ അല്ലാന്നുണ്ടെങ്കിൽ കോണ്ടൻറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു HTML ഫയലാണ് എന്ത്, ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ടെംപ്ലേറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് HTML ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൈനാമിക് എന്താണ്, സ്റ്റാറ്റിക് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ ജാങ്കോ ഡൈനാമിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഈ MVT എന്താണ്, മോഡൽ എന്താണ്, വ്യൂ എന്താണ്, ടെംപ്ലേറ്റ് എന്താണ്. ഓരോന്നും ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ അപ്ലിക്കേഷൻ്റെ സ്പെസിഫിക് ഭാഗങ്ങളാണ് അല്ലേ. വ്യൂ എന്തിനാണ്, മോഡൽ എന്തിനാണ്, ടെംപ്ലേറ്റ് എന്തിനാണ് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് HTTPയുടെ ഈ ഒരു ലൈഫ് സൈക്കിൾ. ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് പോകുന്നു, അതിന് റിട്ടേൺ അല്ലാണ്ട് അതിന് എന്ത് ചെയ്യുന്നു, ഒരു HTTP റെസ്പോൺസ് ഇങ്ങോട്ട് വരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്താണ്, ഒരു ക്ലയൻ്റ് ആണല്ലേ. ഞാനിവിടെ ഒരു ക്ലയൻ്റാണ്. ഞാൻ ഏതെങ്കിലും ഒരു സെർവറിലോട്ട് ഞാനൊരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കും എന്ത് വരും, ഒരു റെസ്പോൺസ് വരും. അതായിരിക്കും ഇപ്പോൾ മേ ബി നമ്മളുടെ ഫോണിൽ കിട്ടുന്നത്, അല്ലാണ്ട് നമ്മൾ എവിടുന്നാണോ ബ്രൗസ് ചെയ്യുന്നത്, ഒരു ബ്രൗസർ എന്നാണ് ആ ബ്രൗസറിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ഒരു റെസ്പോൺസാണ്. ഞാനിവിടെ അതുപോലെ തന്നെ ചെറിയ ഒരു ഫ്ലോചാർട്ട് പോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡയഗ്രം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ജാങ്കോയിൽ നടക്കുന്ന ഒരു HTTP റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസിൻ്റെ ഒരു ഡയഗ്രാം.
ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു യൂസർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ കോൾ ചെയ്തതുപോലെ നമ്മളുടെ എബൌട്ട് പേജ് എന്ത് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. മൈ ആപ്പ് /എബൌട്ട് നമ്മുടെ എബൌട്ടിൻ്റെ ആ ഒരു URL കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് എവിടെ നിന്നാണ് ശരിക്കും കിട്ടുന്നത്? നമ്മുടെ urls.py എന്ന് പറയുന്ന ഫയലിൽ വന്ന് നോക്കും അല്ലേ? അതാണല്ലോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. urls.pyയിൽ വന്ന് നോക്കും. ഇപ്പോൾ എബൌട്ട് കോൾ ചെയ്യുന്നു. ഇപ്പോൾ എബൌട്ട് വർക്ക് ചെയ്യുന്നത് views.about എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്, റൈറ്റ്? അപ്പോൾ URLs എന്ത് ചെയ്യും, ഏത് ഫംഗ്ഷനാണ്, വ്യൂ എഞ്ചിൻ്റെ ഫംഗ്ഷൻ ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു റിക്വസ്റ്റിനെ വ്യൂസിലോട്ട് എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഓക്കെ, വ്യൂസിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഹലോ വേൾഡ് ഒക്കെ എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡയറക്റ്റ് ആ ക്ലയൻറ്റിന് HTTP റെസ്പോൺസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലും വലിയൊരു സംഭവമാണ്, നമ്മുടെ അപ്ലിക്കേഷൻ്റെ കാര്യം അനുസരിച്ചിട്ട് ഡാറ്റാബേസിൽ നിന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേ ബി ഫെച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്യും, വ്യൂസിൽ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡാറ്റാബേസിലൊക്കെ പോയിട്ട് അവിടുന്ന് കണ്ട models.pyയിൽ പോയിട്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കും, വ്യൂസിൽ വരും, നമുക്ക് റെസ്പോൺസ് ആയിട്ട് കാണിച്ചു തരും. ഇനി നമ്മൾ വല്ല ടെംപ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ടെംപ്ലേറ്റ് ഇങ്ങോട്ട് ഫെച്ച് ചെയ്ത് കൊണ്ടുവരും, നമുക്ക് HTTP റെസ്പോൺസ് ആയിട്ട് ആസ് എ ക്ലയൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതൊരു ചെറിയൊരു ലൈഫ് സൈക്കിൾ, ആ ഒരു HTTP റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് URLs, പിന്നെ വ്യൂസിൽ നമ്മൾ എന്താണ് എഴുതി കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് റെസ്പോൺസ് വരുന്നത്. ഓക്കെ, അതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ടെംപ്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഒരു ക്ലാരിറ്റി വരും. ഇപ്പോൾ ഇവിടെയുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസസ് അല്ലാണ്ട് എബൌട്ട് URL കോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മാത്രം വരുന്നുള്ളൂ, പ്ലേസസ് പേജ് അല്ലാണ്ട് എബൌട്ട് പേജ്, ബുക്കിംഗ് പേജ്, ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ കൂട്ടിച്ചേർക്കേണ്ടി വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും, ഡിസൈനുകൾ കൊണ്ടുവരേണ്ടി വരും, പ്രൊഡക്റ്റ് കൊണ്ടുവരേണ്ടി വരും, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ്, ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മളിവിടെ വ്യൂസിൽ എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, HTTP റെസ്പോൺസ് ആയിട്ട് ബുക്കിംഗ് പേജ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കത് മാത്രം കാണുന്നുള്ളൂ. എനിക്കെന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ സർവീസസ് അല്ലാന്നുണ്ടെങ്കിൽ സർവീസസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ്, ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യണം, ഈ ബുക്കിംഗ് പേജിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അല്ലാണ്ടെങ്കിൽ എന്തെങ്കിലും എൻ്റെ ഒരു ട്രാവൽ ഏജൻസിയുടെ ഒരു അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്ലേസസ് വേണം, ഓരോരോ സ്പെസിഫിക് പ്ലേസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന കൊടുത്ത ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യണം, ഈ പേജിൽ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ? എനിക്കൊരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യണം. അതായത് എൻ്റെ സൈറ്റിൽ ഈ ബുക്കിംഗ് എന്നുള്ള URL കോൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു പ്ലേസിൻ്റെ അല്ലാണ്ട് ഒരുപാട് പ്ലേസസിൻ്റെ ഇമേജ് അക്കൗണ്ട് എനിക്ക് റെൻഡർ ചെയ്ത് വരണം. ഓക്കെ, റെൻഡർ ചെയ്ത് വരണം. അപ്പോൾ അതൊന്നും ഇവിടെ പോസിബിൾ അല്ല. HTTP റെസ്പോൺസിനകത്ത് നമ്മളിപ്പോൾ ജസ്റ്റ് എന്ത് മാത്രം കൊടുത്തിട്ടുള്ളൂ, ഒരു സ്ട്രിങ് കൊടുത്തിട്ടുള്ളൂ അല്ലേ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിരനിരായിട്ട് കൊടുക്കുന്നത് എന്തല്ല, പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം, ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യണം. ഓക്കെ, ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഒരു HTML ഫയലാണ്. ഓക്കെ, ജസ്റ്റ് ഒരു HTML ഫയലാണ് കണ്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മളുടെ പ്രൊജക്റ്റ് ഡയറക്ടറി ഉണ്ടല്ലോ, ഇതാണ് പ്രൊജക്റ്റ് ഡയറക്ടറി അല്ലേ, ട്രാവൽ എന്ന് പറയുന്ന. അതിൻ്റെ അകത്ത് 2 ആപ്സ് ഉണ്ട്, ഒന്ന് ഹോം എന്ന് പറയുന്നതും ഒന്ന് സെയിം പ്രൊജക്റ്റിൻ്റെ പേരിലുള്ളതും. ഈ പ്രൊജക്റ്റ് ഡയറക്ടറിയിലാണ് ഈ 2 ആപ്പ് നിൽക്കുന്നത്. അതേപോലെ manage.pyയും നമ്മുടെ SQLite ഫയലും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം, ഈ പ്രൊജക്റ്റ് ഡയറക്ടറിയിൽ ഞാനൊരു ഫയൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ കാണാം ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൻ്റെ അകത്ത് ആസ് ഓഫ് നൗ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ എന്ത് പറഞ്ഞായിരുന്നു, നമ്മൾ പുതിയതായിട്ട് ഒരു കസ്റ്റം ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എവിടെ പറഞ്ഞു കൊടുക്കണം, settings.pyയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം അല്ലേ? അതുപോലെ തന്നെയാണ് ഞാനൊരു ടെംപ്ലേറ്റ്സ്
ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ എവിടെ പറഞ്ഞു കൊടുക്കണം? settings.py പറഞ്ഞു കൊടുക്കണം. എന്നാലേ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇതൊക്കെ ഡിറ്റക്റ്റ് ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും എടുക്കത്തില്ല. ഇപ്പോൾ ഞാൻ എവിടെ വരുന്നത്? നമ്മൾ settings.py വരുന്നു. ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് കാണാം. കുറച്ചും കൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മിഡിൽ വെയേഴ്സ് കാണാം. ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു സെഷൻ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ടെംപ്ലേറ്റ്, കോണ്ടന്റ് പ്രോസസ്സർ, ഡീബഗ് ഒക്കെ. അതൊന്നും നമ്മൾ ആസ് ഓഫ് നോ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ DIRS എന്ന് കണ്ടോ? ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്ട്രിങ്ങിനകത്ത് ഞാൻ ഇവിടെ ടെംപ്ലേറ്റ്സ് എന്ന് കൊടുത്തല്ലോ, ഈ ഒരു ഫോൾഡറിൻ്റെ പേര്. അപ്പോൾ ആ ഫോൾഡർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം പേര് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കണം. നമ്മളൊരു ടെംപ്ലേറ്റിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ഉണ്ടെന്ന് നമ്മൾ എവിടെ അറിയിക്കണം? settings.py പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു? അതും പറഞ്ഞു കൊടുത്തു. ഇനി നമ്മളുടെ തിരിച്ച് നമുക്ക് എങ്ങോട്ട് പോവാം? നമ്മളുടെ വ്യൂസിലോട്ട് പോവാം. views.py. ഇനി എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോം പേജിന് പകരം എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഒരുപാട് കോണ്ടന്റുകൾ ഡിസ്പ്ലേ ചെയ്ത് അവിടെ കാണിക്കണം. അല്ലാതെ ഒരു പേജ്, ഒരു HTML പേജ് എനിക്ക് എന്ത് ചെയ്യണം? അവിടെ റെൻഡർ ചെയ്ത് കാണിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. ഒരു HTML പേജ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി നമുക്ക് വന്നാൽ കാണാം, ഇമ്പോർട്ട് റെൻഡർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ HTML പേജ് എന്താണ് ഇനി റെൻഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഈ HTTP റെസ്പോൺസിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ റെൻഡർ യൂസ് ചെയ്യാണ്. ഓക്കെ, റെൻഡറിനുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു റിക്വസ്റ്റും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. 2 ആർഗ്യുമെൻറ്റ് വേണം നമ്മൾ റെൻഡറിൻ്റെ അകത്ത് പാസ് ചെയ്യാൻ. ഞാൻ റിക്വസ്റ്റും കൊടുത്തു, ഒരു കോമ ഇട്ട് കണ്ട് സ്ട്രിങ്ങിനകത്ത് എന്ത് കൊടുത്തു? ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന HTML ഫയലിൻ്റെ പേര്. ആസ് ഓഫ് നോ ഞാൻ HTML ഫയലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ഫയൽ ഞാൻ ജസ്റ്റ് index.html എന്ന് കൊടുത്തു. index.html. ഞാൻ ഈ ഫയൽ കണ്ടോ? ഇത് ഫയൽ സേവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ VS കോഡിൽ ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് സർക്കിളിൽ കാണാം. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും ഓക്കെ. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തത്? HTTP റെസ്പോൺസ് മാറ്റിയിട്ട് അവിടെ ഞാൻ ഒരു ഇൻഡെക്സ് പേജ് റെൻഡർ ചെയ്യാൻ പോവാണ്. index.html എന്ന് പറയുന്ന ഒരു HTML പേജ്. പക്ഷേ ഈ HTML പേജ് ആസ് ഓഫ് നോ എക്സിസ്റ്റിംഗ് അല്ല, നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് ഉണ്ടല്ലോ, ഈ ടെംപ്ലേറ്റ്സിനകത്താണ്. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഫയലിൻ്റെ പേര് എന്ത് തന്നെ ആയിരിക്കണം? index.html. index.html. ഇപ്പോൾ എന്ത് ചെയ്തു? ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു HTML ആയിട്ട് എന്തെങ്കിലും കുറച്ച് കോണ്ടന്റ് ഇടാം. ടൈറ്റിൽ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാം? ഹോം എന്ന് കൊടുക്കാം. അബൌട്ട് ബോഡിയുടെ അകത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു? ഒരു h1 ടാഗ് കൊടുക്കുന്നുണ്ട്. ഹലോ, ദിസ് ഈസ് ഹോം പേജ് എന്ന് കൊടുക്കാം. ദിസ് ഈസ് ഹോം പേജ്. ഓക്കെ, ഇത്രയും ഞാൻ കൊടുത്തു. ഞാൻ ഈ ഒരു ഇൻഡെക്സ് ഫയൽ ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളുടെ ബ്രൗസർ എടുത്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസസ് അല്ല, ഹോം പേജാണ്. കണ്ടോ? h1 ടാഗിൽ നമ്മൾ എന്താണോ കൊടുത്തത്, ദിസ് ഈസ് ഹോം പേജ്. നമ്മൾക്ക് ആ ഒരു h1 ടാഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു വലിയ സൈസിൽ ആ ഫോണ്ടൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പ്ലേസസ് അല്ലാണ്ട് എബൌട്ടൊക്കെ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മുന്നത്തെ പോലെ ആ ഒരു HTTP റെസ്പോൺസിൽ നമ്മൾ എന്ത് സ്ട്രിങ് ആണ് കൊടുത്തത് അത് തന്നെയാണ് സ്റ്റിൽ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ വളരെ എളുപ്പത്തിലാണ് ഞാൻ എന്ത് ചെയ്തത്? HTML പേജ് ക്രിയേറ്റ് ചെയ്തത്. ഞാനിവിടെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാനൊരു പുതിയ ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് about.html എന്ന് പറഞ്ഞിട്ട് മറ്റൊരു HTML ഫയലും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് HTML എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ സജഷൻ വരുന്നുണ്ട് അല്ലേ? അതിൻ്റെ ബോയിലർ പ്ലേറ്റ്, അതുപോലെ HTML5 ആണോ? HTML5 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സജഷൻസ്, റെക്കമെൻഡേഷനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എക്സ്റ്റൻഷനിൽ വന്നു കഴിഞ്ഞാൽ HTML അതുപോലെ CSS ഇതിൻ്റെ ഒക്കെ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആയിരിക്കും. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ Django, Python ഇതിൻ്റെയും എക്സ്റ്റൻഷൻസ് എന്തായിരിക്കും?
അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. പൈത്തൺ അതുപോലെ ജാങ്കോ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷൻസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ടാവും. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള സജഷൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. കുറച്ചും കൂടി നമ്മൾ കോഡ് ചെയ്യുന്ന ടൈമിൽ കോഡ് ഈസി ആക്കാനുള്ള ഒരു മെത്തേഡ്. ഓക്കെ, HTML ഞാനിവിടെ വളരെ പെട്ടെന്നാണ് എഴുതിയത്. അപ്പോൾ ഇത് ഏതാണ്, about.html ആണ്. ഞാനിവിടെ about എന്ന് കൊടുക്കുന്നുണ്ട്. ഹെഡറിൽ about എന്ന് കൊടുക്കുന്നുണ്ട്. സോറി, ടൈറ്റിൽ. ബോഡിക്കകത്ത് നേരത്തെ കൊടുത്തതുപോലെ ഒരു h1 ടാഗ് കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് about പേജ് എന്ന് കൊടുക്കാം. ദിസ് ഈസ് അബൌട്ടിൻ്റെ ഒരു HTML പേജ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, യൂസിൽ അത് റെൻഡർ ചെയ്യിപ്പിക്കണം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, റെൻഡർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, 2 ആർഗ്യുമെൻ്റ് വേണം പാസ് ചെയ്യാൻ. ഒന്നെന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോം ഇട്ട് കഴിഞ്ഞിട്ട് സ്ട്രിങ്ങിൻ്റെ അകത്ത് നമ്മളുടെ ആ ഒരു ഫയലിൻ്റെ പേര് about.html. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, അതും അവൈലബിൾ. കണ്ടോ, ഇതിപ്പോൾ about ആണ് ഓൾറെഡി ഞാനിവിടെ കോൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ദിസ് ഈസ് about പേജ്. അത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ HTTP റെസ്പോൺസിൽ സ്ട്രിങ് ആയി കൊടുത്തതിന് പകരം ഇപ്പോൾ HTML പേജുകളാണ് റെൻഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേജിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഓൾറെഡി നമ്മൾ HTML CSS ആ ഒരു സെഷൻ്റെ ടൈമിൽ നിങ്ങളെല്ലാവരും ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ അപ്ലിക്കേഷനിൽ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ HTML പേജിൽ നമുക്ക് എന്തൊക്കെ പിടിപ്പിക്കണം അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്താൽ മതി. HTML എഴുതി കൊടുക്കാം. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ CSS ഒക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി സ്റ്റൈലിഷ് ഒക്കെ ആക്കാം. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കുക, ഇതുപോലെയാണ് നമ്മൾ ഒരു അപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡിലോട്ട് ഡാറ്റകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെൻഡർ ചെയ്യിപ്പിക്കുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ദിസ് ഈസ് about പേജ്, അതുപോലെ ദിസ് ഈസ് ഹോം പേജ് എന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് പിടികിട്ടിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു URL നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ഈ URL വ്യൂസ് എഞ്ചിനുമായിട്ട് നമ്മൾ എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത്, ഒരു HTTP റെസ്പോൺസ് അതുപോലെ റെൻഡർ എങ്ങനെ ചെയ്യിപ്പിക്കാം, ടെംപ്ലേറ്റ്സ് എന്താണ്, ഇതിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ടെംപ്ലേറ്റ്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ടെംപ്ലേറ്റ്സ് എന്നുള്ള ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. ആ ഡയറക്ടറി നമ്മൾ settings.py ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് വേണ്ട HTML പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇനിയും വേണമല്ലോ ആക്ച്വലി, കാരണം നമ്മുടെ വ്യൂസിൽ ഇനിയും എന്തുണ്ട്, ബുക്കിങ്ങിനൊരു പേജ് വേണം, പ്ലേസസിനൊരു പേജ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടെംപ്ലേറ്റ്സിൽ ഇനിയും വന്നിട്ട് booking.html എന്നോ എന്തെങ്കിലുമൊക്കെ പേരിൽ വീണ്ടും ഇതുപോലെ HTML പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. അതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് റെൻഡർ ചെയ്യിപ്പിക്കുന്നതും പോസിബിളാണ്. ഇതിൽ നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഒരു റിക്വസ്റ്റ് നമ്മൾ പാസ് ചെയ്യുന്നത്, അതിനുള്ള റെസ്പോൺസ് യൂസ് എഞ്ചിൻ എന്ത് ചെയ്യുന്നത്, നമുക്ക് UI ഇൻ്റർഫേസിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഏറ്റവും ബേസിക്കായിട്ട് ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്ത സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് ഈ URL മാപ്പിംഗ്, വ്യൂസിൽ ഫംഗ്ഷൻ എഴുതുന്നത്, ഇതിലൊക്കെ മേ ബി നിങ്ങൾ ഫസ്റ്റ് ടൈം ആകുന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സെഷനിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ഡൈനാമിക് ആയിട്ട് എങ്ങനെ കോണ്ടൻറ്റുകൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, അതേപോലെ വേരിയബിള് ടാഗ്സ് ഒക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എന്ത് ചെയ്യുക, ജാങ്കോയുടെ ഈ 2 സെഷന് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, അതുപോലെ പ്രാക്ടീസും ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി എന്ത് ചെയ്യുക, റീവാച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെഷൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഫസ്റ്റ് കാണുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്യുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വാച്ച് ചെയ്താൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്ത് നോക്കുക തന്നെ വേണം. ഇത് കാണുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരുപാട് എളുപ്പമാണെന്ന് തോന്നും. ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ, അങ്ങനെ കൊടുത്താൽ മതിയല്ലോ, ഇതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ ചെയ്ത് വരുമ്പോഴായിരിക്കും ഒരുപാട് എററുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ റൺ സെർവർ കമാൻഡ് അടിച്ചിട്ട് നമ്മളുടെ ഡെവലപ്മെൻറ്റ് സെർവർ റണ്ണിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ വന്നിട്ട് ഇങ്ങനെ
റീഫ്രഷ് ചെയ്യണത്. മേ ബി നിങ്ങളുടെ ഇത് Ctrl+C ഒക്കെ അടിച്ച് എക്സിറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സിറ്റ് ആയി പോയിട്ട് ഇവിടെ വന്ന് ഇതേപോലെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റ് സെർവർ റൺ ചെയ്യണം, എന്നാലേ നമുക്ക് ഇതിവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യുക, ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ.